ഇടുക്കിയിലെ ഒരു സുന്ദരമായ ദിവസം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജിന് വേണ്ടി വന്നേക്കാണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് കുറേ നല്ല കാഴ്ചകളുണ്ട്, നല്ലൊരു കോഫി കുടിച്ച് പിന്നെ മുഖമൊക്കെ കഴുകി വേഗം റെഡിയാവുമെന്ന് ഓർത്ത്. അപ്പോൾ ആ സാരി പ്ലാൻ ഫ്ലോപ്പായിപ്പോയി. അതങ്ങനെയാണല്ലോ, എന്തൊരുപാട് ആഗ്രഹിക്കുന്നത് അത് നടക്കില്ല. അങ്ങനെ അമ്മ തയ്ച്ചെന്ന ധാവണി തന്നെ ഇവിടെയും ഇടാമെന്ന് ഓർത്ത്. പിന്നെ നമ്മൾ വേഗം റെഡിയാകാൻ പോകാം. സോ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മൈ ബെസ്റ്റ് ഫ്രണ്ട് മാരേജ്. ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് വേറെ ഒരു സാധനം എടുക്കേണ്ടി ഞാൻ വന്നേക്കുന്നത്. ഇത് NYBയുടെ ഓൾ ഐ നീഡ് മേക്കപ്പ് കിറ്റ്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിലും. ആക്ച്വലി പ്രൊഡക്റ്റ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു സംഭവമുണ്ട്. കാര്യം ഈ 8 പ്രൊഡക്റ്റ് വെറും 700 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യം ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു, അതിനുശേഷം സൺസ്ക്രീനും അപ്ലൈ ചെയ്തു. പ്രൈമർ വെച്ച് തുടങ്ങാം. പോസ് ബ്ലർ ചെയ്യാൻ മാത്രമല്ല പ്രൈമർ നമ്മളെ സഹായിക്കും. നമ്മുടെ മേക്കപ്പ് ഡയറക്റ്റായിട്ട് സ്കിന്നിൽ ഇന്ററാക്ഷൻ വരാതെ അത് പ്രൊട്ടക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഒരു സ്മൂത്ത് ബേസും കൊടുക്കും. അതുപോലെ ആക്നെ പ്രോൺ, ഓയിലി, സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാരൊക്കെ അവരുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മേക്കപ്പിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ് BB ക്രീം ആണ് ഞാൻ എടുത്തത്. ഫൗണ്ടേഷനിലും കൂടുതൽ നമ്മുടെ ഫേസ് ആയിട്ട് സെറ്റ് ആയിരുന്നു തോന്നി. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഒരു ഹെവി ഫീലും നമ്മുടെ ഫേസിന് തോന്നില്ല. നെക്സ്റ്റ് വേണം കാജൽ. ഇത് അത്യാവശ്യം പിഗ്മെന്റഡ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, സ്പഞ്ച് പ്രൂഫ് ആണ്. ഞാൻ കണ്ണിന്റെ തുമ്പത്ത് മാത്രമേ എഴുതുന്നുള്ളൂ. അടുത്തത് മസ്കാര. ചെറിയൊരു അബദ്ധം പറ്റി ഞാൻ പുരികൻ ത്രെഡ് ചെയ്യാൻ വിട്ടു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ സെറ്റിൽ നമുക്ക് ഐലൈനറും വരുന്നില്ല. അപ്പോൾ അത് മാത്രം ഞാൻ NYBയുടെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലഷ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ ഇൻഡിവിജ്വൽ വാങ്ങുന്നതിന് നല്ല ലാഭമുണ്ട്. ഒരു ഒറ്റ പാക്കിൽ 700 രൂപ കൊടുത്ത് വാങ്ങുന്നത്. ബ്ലഷ് മാത്രം ഞാൻ എക്സ്ട്രാ മൂക്കിൻ്റെ അവിടെയും താടിയുടെ അവിടെ കൂടി ഇട്ടു കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്ക്. ശരിക്കും നമ്മുടെ NYBയുടെ തന്നെ ഏറ്റവും പോകുന്ന സ്പൈസി റസ്റ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, അത് തന്നെയാണ് അവർ ഈ മേക്കപ്പ് കിറ്റിലെ ക്രയോൺ കളറിലും വെച്ചേക്കുന്നത്. പിന്നെ ഷെയ്ഡ് രണ്ടിൻ്റെ സെയിം ആണെങ്കിൽ ഇത് അത്യാവശ്യം ക്രീമി ആൻഡ് നറിഷിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് കോമ്പാക്ട് പൗഡർ. ഇത് ഞാൻ അങ്ങനെ ഇപ്പോഴും ഉപയോഗിക്കാറില്ല, പക്ഷേ ഇങ്ങനത്തെയൊക്കെ ഫംഗ്ഷൻ ആകുമ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്താണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മേക്കപ്പ് എത്ര നേരം ലാസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന മെയിൻ ആളാണ് കേട്ടോ സെറ്റിംഗ് സ്പ്രേ. ചിലവർ ഓരോ സ്റ്റെപ്പിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും. അത്രയും ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫൈനൽ സ്റ്റെപ്പിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ സ്കിൻ ഒന്നും കൂടി ഗ്ലോ ആയാലും മീൻസ് മേക്കപ്പ് ഒന്നും കൂടി ഗ്ലോ ആയാലും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എൻ്റെ മാത്രം തോന്നലാണോ എന്നറിയില്ലേ. അപ്പോൾ ഒട്ടും സമയമില്ല. ഇനി മുടികെട്ടലാണ്. എനിക്ക് വേറെ ഹെയർ സ്റ്റൈലൊന്നും കെട്ടാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അതൊന്നും ട്രൈ ചെയ്യാനുള്ള നേരമില്ലാത്തതുകൊണ്ട് ആസ് യൂഷ്വൽ പോണിട്ടയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സാരി പെൺ മാറ്റി എന്തുകൊണ്ടും നന്നാ. കാര്യം ധാവണി തന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കിന് ഈ ഒരു പ്രൊഡക്റ്റ് ധാരാളം ഉണ്ട്. അപ്പോൾ വേണ്ട ഒരു വേഗം പോയി പർച്ചേസ് ചെയ്യാൻ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ടാഗും ചെയ്തിട്ടൊക്കെ പർപ്പിളിൽ അവൈലബിൾ ആണ്.